നമസ്കാരം. ഗ്രന്ഥ സമീക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സമീപകാലത്ത് ആണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയെങ്കിലും വളരെയധികം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ആ ചാനലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥങ്ങളെക്കുറിച്ചാണെങ്കിലും ഞാൻ 78ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നോവലുകൾ, കഥകൾ, യാത്രാവിവരണങ്ങൾ ഒക്കെ. പക്ഷേ ഇന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് എൻ്റെ ആദ്യത്തെ സിനിമാ തിരക്കഥയെക്കുറിച്ച് ആണ്. കുറേ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയത് മുഴുവൻ എൻ്റെ തന്നെ കഥകൾക്കായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിലെ സംവിധായകർ നോവലുകളും കഥകളും ധാരാളമായി വായിച്ച് സാഹിത്യകൃതികൾ സിനിമയാക്കിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചെമ്മീൻ മുതൽക്ക് രാമുകാരായിട്ട് എന്നോട് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞത് എൻ്റെ തന്നെ കരിമരുന്ന് എന്നുള്ള നോവൽ വായിച്ചിട്ടാണ്. ആ ഒരു അവസരത്തിലാണ് ഞാൻ ചാട്ട എന്ന നോവൽ എഴുതുന്നത്. വാണിയംകുളത്തെ കന്ന് കച്ചവടക്കാരുടെ കഥയായിരുന്നു ചാട്ട. ഒരു 250ഓളം പേജുള്ള ആ പുസ്തകം അക്കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ടാഗോർ അവാർഡ് ചാട്ടയ്ക്ക് ലഭിച്ചു. ആ ടാഗോർ അവാർഡ് ലഭിച്ചതും ഭരതൻ അയൽവാസിയായിട്ടുള്ള ജോർജ് എന്നൊരു ചെറുപ്പക്കാരനെ എൻ്റെ അടുത്തേക്ക് അയച്ചു. ഇത് സിനിമയാക്കണം എന്നും പറഞ്ഞു. അക്കാലത്ത് നല്ല പുസ്തകങ്ങൾ എഴുതുമ്പോഴേക്കും ഡയറക്ടർമാർ സമീപിക്കുന്ന കാലഘട്ടമായിരുന്നു. യക്ഷി, അരനാഴികം, എൻ്റെ സുഹൃത്തായിരുന്ന കെ സുരേന്ദ്രൻ്റെ മായ, കാട്ടുകുരങ്ങ്, ഇതൊക്കെ സിനിമയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വിൻസെൻ്റ് മാഷ് എൻ്റെ ഒരു നോവൽ വായിച്ചിട്ടാണ് എന്നെ ആദ്യം കാണാനായിട്ട് വരുന്നത്. ഇത് ഭരതൻ അയച്ച ആൾ വന്നപ്പോഴേക്കും ഹരിപോത്തൻ വിളിച്ചു, PG വിശ്വംഭരൻ, JC ഇവരൊക്കെ ഇതേ സബ്ജക്റ്റ് ഒരുമിച്ച് ആവശ്യപ്പെട്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിചയം ഭരതനായിട്ടാണ്. ഇപ്പോൾ കോഴിക്കോട് മാങ്കാവിലാണ് താമസിക്കുന്നതെങ്കിൽ ശരി, ഞാൻ പട്ടാമ്പി സ്വദേശിയാണ്. ഭരതൻ വടക്കാഞ്ചേരിക്കാരൻ ആണ്. ഈ വിഷയമായിട്ട് ഭരതന് വളരെ താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് ബാക്കി പലരും കോണ്ടാക്ട് ചെയ്തെങ്കിലും അഡ്വാൻസ് വന്നത് വണങ്ങാതിരുന്ന കഥയൊക്കെ അവർ പറയാറുണ്ട്. ഭരതനായിട്ട് ചേർന്ന് നിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം ചാട്ടയിലെ കഥാപാത്രങ്ങളിൽ ചിത്രം വരച്ചു ഭരതൻ. കാളവേലു, പാതാളവരണ്ടി, മാണിക്യം, ഒരു 6 മുഖ്യ കഥാപാത്രങ്ങളുടെ ചിത്രം വരച്ച് അത് ഈ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു, ചാട്ട ജോർജിൻ്റെ കയ്യിൽ. അപ്പോൾ എത്രമാത്രമാണ് എൻ്റെ കഥകളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തവരോട് സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാനൊരു സന്തോഷം ഉണ്ട്. തുടർന്ന് പ്രേംനസീറിൻ്റെ അവസാനത്തെ സിനിമ ധ്വനി ഞാൻ എഴുതിയാണ്. എൻ്റെ സബ്ജക്റ്റ് വായിച്ചിട്ട് യൂസഫ് അലി കച്ചേരി, മഞ്ഞളാംകുഴി അലിയൊക്കെ സമീപിച്ചായിരുന്നു. അതും ഞാൻ ആദ്യം എഴുതിയതാണ്. പക്ഷെ ക്രമേണ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എടുത്താൽ ഇങ്ങനൊരു വായനാശീലമുള്ള ലിറ്ററേച്ചറായിട്ടുള്ള ഒരു അടുപ്പമുള്ള സംവിധായകരെ കണ്ടെത്താൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. തിരക്കടൊന്നുമില്ല. ഇപ്പോഴത്തെ രീതി മിക്കവാറും സംവിധായകർ അവർ തന്നെയാണ് കഥയും തിരക്കഥയും സംഭാഷണം എഴുതാറ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയാണ് ചാട്ടയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സ്ക്രിപ്റ്റ് എഴുതുന്ന കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ എനിക്കുള്ള കഴിവ് എന്താ വെച്ചാൽ വിൻസെൻ്റ് മാഷ്, KS ശ്രീകുമാർ തുടങ്ങിയ മുൻ തലമുറയിലത്തെ പ്രധാനപ്പെട്ട എല്ലാ ഡയറക്ടർമാരുടെയും കൂടെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിൽ ഇരുന്ന പരിചയമുണ്ട്, വാഴവേവായം മുതൽക്ക്. അതുകൊണ്ട് തിരക്കഥ എന്നുള്ളത് വിചാരിച്ച പോലെ ഭരതൻ തന്നെ വിചാരിച്ചു ഒരു 15 ദിവസമൊക്കെ ഇരിക്കേണ്ടി വരും എന്നാണ് ഭരതനും വിചാരിച്ചത്. 3 ദിവസമേ വേണ്ടി വരുന്നുള്ളൂ. അതൊന്നെ വേണ്ട, ഏകദേശം മനസ്സിലൊരു 1 ലൈൻ
എൻ്റെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തതിന് ശേഷം പിന്നെ അധികം വർത്താനം വേണ്ടി വന്നിട്ടില്ല. വാണിയംകുളം, ചന്ത തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് അത് എടുത്തത്. അഭിനയിച്ച ആർട്ടിസ്റ്റുമാരൊക്കെ ആയിട്ട് മുൻകൂട്ടി എനിക്ക് നല്ല പരിചയമുള്ള ആർട്ടിസ്റ്റുമാരായിരുന്നു ബാലങ്കരൻ നായർ. പട്ടാമ്പിക്കടുത്ത് വാടാനാംകുറിശ്ശിയിലാണ് പുള്ളിയുടെ വീട്. ഒരു കാലത്ത് ഞങ്ങൾ രണ്ടുപേരും സീസൺ ടിക്കറ്റ് യാത്രക്കാരായിരുന്നു. ഞാൻ പ്രോഡമണ്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു പണ്ട്. പക്ഷേ മുഴുവൻ സമയവും സാഹിത്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു പോകുന്നത്. ഇപ്പം ഞാൻ മുഴുവൻ സമയവും ഒട്ടും വേസ്റ്റില്ലാത്ത പുതിയ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പല വിഷയവും ഇന്നേ വരെ ഇന്ത്യയിൽ ആരും അവതരിപ്പിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നോവൽ എഴുതുന്നത്. ശംഭാല എന്നാണ് പേര്. അന്യഗ്രഹങ്ങളിൽ നിന്നും ലോകത്തിലേക്ക് വരുന്ന ജീവികളുടെ, മനുഷ്യരുടെ കഥയാണ്. ഹരിത ബുക്സ് അത് പുസ്തകമാക്കാൻ എൻ്റേത് മുഴുവൻ എഴുതി തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങിക്കൊണ്ടുപോയി ഹരിതം. ഈ ചാർട്ടയുടെ സ്ക്രിപ്റ്റ് എഴുതൽ വളരെ എളുപ്പമായിരുന്നു. ഭരതൻ തന്നെ പറഞ്ഞു, വളരെ എളുപ്പമായിരുന്നു. കാരണം 2-3 ദിവസത്തെ ചർച്ച. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഭരതൻ പറയും, പതുക്കെ മതി, തിരക്കോട്ടുണ്ടോ, നമുക്ക് പതുക്കെ മതി, ഇനിയൊരു ചായ പിടിച്ച് തുടരാമെന്നൊക്കെ പറയും. എനിക്ക് ഈ വിഷയത്തിനോടുള്ള താല്പര്യം കൊണ്ട് ആ ബുദ്ധിമുട്ട് ഉണ്ടായില്ല. ബാലങ്കരൻ നായരും അച്ഛൻ കുഞ്ഞുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. അച്ഛൻ കുഞ്ഞ് പത്മരാജനാണ് അച്ഛൻ കുഞ്ഞിനെ കൊടുക്കുന്നത്. പത്മരാജനും ഞാനായിട്ട് ഒരേ പ്രായക്കാരും വളരെ കണക്ഷനാണ്. എൻ്റെ പശ്ചിമഘട്ടം എന്നുള്ള നോവൽ ഇറങ്ങിയപ്പോൾ പത്മരാജൻ എനിക്കൊരു ടെലിഗ്രാം എത്തി, സബ്ജക്റ്റ് ആർക്കും കൊടുക്കരുതെന്നും പറഞ്ഞു. ഇപ്പോൾ ഈയിടെ എന്തോ പല കത്തികളൊക്കെ മാറ്റുമ്പോൾ ആ ടെലിഗ്രാം കണ്ടു. അന്ന് ടെലിഗ്രാം അയക്കലാണ് കാര്യം, മൊബൈൽ ഫോണൊന്നും ഇല്ല. TG രവി അതിലത്തെ ഒരു പ്രധാന ആർട്ടിസ്റ്റായിരുന്നു. ഫിലോമിനയുടെ പാതാളവരണ്ടി ഒരു കഥക്കുണ്ട്. വളരെ കന്നുകാലികളുടെ ജീവിതം, കന്നുകാലികളോടൊത്ത് ജീവിച്ച് ഒരു ചന്തയിൽ നിന്ന് വേറെ ചന്തയിലേക്ക് കന്നുകാലികളുമായിട്ട് നടന്നു പോകുന്ന മനുഷ്യരുടെ കഥയാണ്. ആ കഥയിൽ ജീവിതത്തിൻ്റെ ടെൻഷനുണ്ട്, യന്ത്രഊഞ്ഞാലുണ്ട്, അടിയുണ്ട്, കലഹമുണ്ട്, ബഹളമുണ്ട്, എല്ലാം ചേർന്ന വിഷയമായിരുന്നു. അക്കാലത്ത് മലയാള സിനിമയിൽ ചാട്ട എന്നുള്ളത് വരുന്നു എന്നുള്ളത് നെടുമുടി വേണു. അത് പിന്നീട് നെടുമുടി വേണു ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയാൽ എല്ലാത്തിലും ഉണ്ട്. നെടുമുടി വേണു, ബാലങ്കരൻ നായരും. പിന്നെയൊക്കെ അധികവും എൻ്റെ നായകനായിട്ട് വന്നത് ജയറാമാണ്. ഈ ചാട്ട അന്നത്തെ കാലത്ത് കോഴിക്കോട് സംഘം തിയേറ്റർ, പ്രധാനപ്പെട്ട തിയേറ്ററിൽ ഈ ചാട്ട വന്നപ്പോൾ അന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയിരുന്നു. ചാട്ടയ്ക്ക് ധാരാളം അവാർഡുകൾ കിട്ടി. പുസ്തകത്തിനും സിനിമയ്ക്കൊക്കെ അവാർഡുകളുടെ കാര്യത്തിൽ ഞാനൊരു അർത്ഥത്തിൽ ഭാഗ്യമാണ്. 58 അവാർഡ് സാഹിത്യ അക്കാദമി മുതൽക്ക് അവാർഡുകൾ നേടിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ മാനസികമായിട്ട് തൃപ്തനാണ്. ഇപ്പം യൂട്യൂബിൽ എൻ്റെ 1050ാമത്തെ പ്രഭാഷണമാണ് വരുന്നത്. പക്ഷേ ഏതായാലും ഒരു ടാക്ക് പറയുമ്പോൾ ഒരു വിഷയം പറയണമെന്നുള്ളതാണ്. ഒരു കൊല്ലത്തിൽ എത്രയോ പുതിയ ആർട്ടിസ്റ്റുമാരുണ്ടാവുന്നുണ്ട്, പുതിയ ഡയറക്ടർമാർ ധാരാളം. ഇപ്പോൾ എത്ര പേരാ പടം എടുക്കണമെന്ന് പറയാൻ കഴിയില്ല. പ്രൊഡ്യൂസർമാർക്കും ബുദ്ധിമുട്ടില്ല, ഒന്നിനും ബുദ്ധിമുട്ടില്ല. ഒരു കാര്യത്തിന് വെച്ച് ഒരു കൊല്ലം എത്ര സിനിമ ഇറങ്ങി, 100 എണ്ണം ഇറങ്ങിയെന്ന് വെക്കുക. 100 സബ്ജക്റ്റ് മലയാളത്തിലുണ്ടാവുമല്ലോ ഒരു കൊല്ലം. കേരളത്തിലെ ആനുകാലികങ്ങൾ മുഴുവൻ വായിക്കുന്ന ആളാണ് ഞാൻ. എനിക്കെല്ലാം അയച്ചു തരുന്നുണ്ട് ആനുകാലികങ്ങൾ. പുസ്തകങ്ങൾ വായിക്കാറുള്ളത് അടുക്കാക്കി വെച്ചിരിക്കും. ഒരു കാരണവശാലും 100 സബ്ജക്റ്റ് ഉണ്ടാവില്ല. കാരണം വെറൈറ്റിയുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് അപൂർവമാണ്. തിരഞ്ഞു പിടിക്കണം. മലയാളത്തിൽ നിന്നോ വേറെ ഭാഷയിൽ നിന്നോ തിരഞ്ഞു പിടിക്കേണ്ടി വരും. ഇപ്പം തന്നെ ഹിറ്റായ പല സിനിമയുടെയും ബേസ് അന്യഭാഷയിൽ ഇറങ്ങിയ ചിത്രങ്ങളാണ്. കാലം മാറാം. എഴുത്തുകാർ കുറച്ചും കൂടി ജീവിതമായിട്ട് ബന്ധപ്പെട്ട കൃതികൾ എഴുതണം. എഴുത്തുകാരുടെ ഭാഗത്തു നിന്നും കുറച്ച് അബദ്ധം പറയാറുണ്ട്.
ജീവിതഗന്ധിയായ കൃതികൾ എഴുത്തുകാർ എഴുതണം. അതിനനുസരിച്ചിട്ടുള്ള സംവിധായകരുമുണ്ടെങ്കിൽ വീണ്ടും ഒരു പുഷ്കലകാലം മലയാള സിനിമയ്ക്ക് ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം.